ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ്. അത് ടർക്കിഷ് കേക്കാണ്. ടർക്കിഷ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. നമുക്കത് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ നമുക്ക് യെല്ലോ പാർട്ടും വൈറ്റ് പാർട്ടും നമുക്ക് രണ്ടും വേണം. പക്ഷേ നമ്മളത് രണ്ടും സെപ്പറേറ്റ് ആക്കിയാണ് എടുക്കുന്നത്. രണ്ട് പാത്രത്തിലേക്ക് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് പാർട്ടിലേക്ക് ഒട്ടും തന്നെ മുട്ടയുടെ മഞ്ഞ നമുക്ക് വീഴാൻ പാടില്ല കേട്ടോ. നമ്മളത് സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. എന്നാൽ മഞ്ഞയിലേക്ക് ശകലം വെള്ളയൊക്കെ ഇരുന്നാലും അത് കുഴപ്പമില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി 4 മുട്ടയുടെ വൈറ്റും യെല്ലോയും ഞാൻ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഒരു ബീറ്റർ വെച്ച് നമുക്കെല്ലാം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അത് ഞാനിവിടെ യെല്ലോ പാർട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നന്നായിട്ട് ഫ്ലഫി ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. യെല്ലോയുടെ കളർ മാറി വന്നിട്ടുണ്ട്. കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. പഞ്ചസാര പൊടിച്ചത് ഒരു 2/3 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നമുക്ക് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് വേണം ഇത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം ഞാനിത് 2-3 പ്രാവശ്യമായിട്ടാണ് ഞാനിപ്പോൾ നമ്മളെടുത്തിരിക്കുന്ന പഞ്ചസാര മുഴുവൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 2/3 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരുവിധം ഫ്ലഫി ആയിട്ടുണ്ട്. എന്നാൽ ലിക്വിഡി ഫോമിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്ട്രെയിനറിലേക്ക് ഒരു 1/4 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഇത് സ്ട്രെയിനർ വെച്ചൊന്ന് അരിച്ച് കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ പൊടി ഞാനിവിടെ ബാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. 1/3 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് അതിന് ഒരു ഫ്ലേവറിന് വേണ്ടി നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീറ്റർ വെച്ച് നമുക്കൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഈ പൊടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊടി അതിലേക്ക് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഞാനിവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് നമ്മളുടെ എഗ്ഗ് വൈറ്റ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് ബീറ്റ് ചെയ്യാം. നമ്മൾ ബീറ്റർ വെച്ച് തന്നെ നമുക്ക് പിന്നെ ബീറ്റ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/3 കപ്പ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. കുറേശ്ശെയായിട്ട് നമുക്ക് ഇട്ട് കൊടുത്തത് നന്നായിട്ട് ഒരു പീക്കി ഫോമിലേക്ക് വരുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്യണം. എഗ് വൈറ്റ് നന്നായിട്ട് ഇത് പീക്കാവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്യണം. കുറേശ്ശെയായിട്ട് നമുക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. അതായത് ഇപ്പം നന്നായിട്ട് പീക്കായി തുടങ്ങിയിട്ടുണ്ട്. നല്ലതായിട്ട് ഫ്ലഫിയായി വന്നിട്ടുണ്ട്. എഗ് വൈറ്റ് നന്നായിട്ട് ഫ്ലഫിയായി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവും അത് നന്നായിട്ട് നമുക്ക് കണ്ടോ, ഇതിപ്പോൾ നന്നായിട്ട് ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നമ്മൾ കേക്കിനെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സ്ചറിനകത്തേക്ക് നമുക്ക് ഈ എഗ് വൈറ്റും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ സോഫ്റ്റ് ഹാൻഡിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ ഫോൾഡ് ചെയ്ത് വേണം നമ്മൾ മിക്സ് ചെയ്യാനായിട്ട്. കണ്ടോ, ഇപ്പം ഞാനിത് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. എല്ലാം നന്നായി നമ്മുടെ 2 ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്ത് വേണം നമ്മൾ ഇങ്ങനെ സോഫ്റ്റ് ഹാൻഡിലായിട്ട് വേണം നമ്മൾ അത് ഫോൾഡ് ചെയ്യാനായിട്ട്. ഇനി ഇത് കടായിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അതിനായിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കടായിലൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു സ്റ്റാൻഡൊക്കെ വെച്ച് ഞാൻ നേരത്തെ തന്നെ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മിക്സ്ചർ നമുക്ക് ഏതെങ്കിലും ഒരു
ട്രേയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തന്നെ ചൂടാക്കാൻ വെച്ചിരിക്കുന്ന കടായി വെച്ച് നമ്മളതിലേക്ക് സ്റ്റാൻഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ ട്രേ നമുക്ക് വെച്ച് കൊടുത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. ചെറു തീയിൽ വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ. ഇതാണ് ഇപ്പോൾ നമ്മളുടെ കേക്കൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് ഇവാപറേറ്റഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഇവാപറേറ്റഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ 1 കപ്പ് പാലിനെ നന്നായിട്ട് തിളപ്പിച്ച് ഒരു 1/2 കപ്പ് പാലാക്കി നമ്മൾ എടുക്കണം. അതിനകത്ത് വെള്ളമൊക്കെ പറ്റിച്ച് നന്നായിട്ട് കുറുക്കിയ ഒരു മിൽക്കാണ്. അതിനാണ് നമ്മൾ ഇവാപറേറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത്. അത് ഞാനിവിടെ ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു റെഗുലർ മിൽക്ക് 1 കപ്പ് അതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് പാല്, റെഗുലർ പാല്, തണുപ്പിച്ച പാലൊന്നുമല്ല, റെഗുലറായിട്ട് റൂം ടെമ്പറേച്ചറുള്ള പാലാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. കൂടെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് അതും കൂടെ നമുക്കൊന്ന് ബീറ്റർ വെച്ചൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ആകുന്നത് വരെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ മുകളിലേക്ക് പതുക്കെ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ കേക്ക് നന്നായിട്ട് അബ്സോർബ് ചെയ്യും. ഇനി അടുത്തതായിട്ട് വേറൊരു ബൗളിലേക്ക് ഒരു 1.5 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. അതിൻ്റെ കൂടെ പൗഡർ ഷുഗർ ഒരു 4 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറും കൂടി ഇട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതൊന്ന് ക്രീം നന്നായിട്ട് വിപ്പായി വരുന്നത് വരെ നല്ലോണം സ്റ്റിഫ് ആവുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിലൊന്ന് കുറച്ച് ഒരു 4 ടേബിൾ സ്പൂണോളം വിപ്പിംഗ് ക്രീം നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. അതിനുശേഷം വീണ്ടും നമുക്കിതൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്റ്റിഫ് ആവുന്നത് വരെ, നന്നായിട്ടൊന്ന് ഹൈ ആകുന്നത് വരെ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കേക്കിലേക്ക് നമുക്കിതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ പുറത്തേക്ക് നമുക്കിതുപോലെ ഒന്ന് ഈ വിപ്പിംഗ് ക്രീം നമുക്ക് വെച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്കിതൊന്ന് ക്രീം ഫോയിൽ വെച്ചൊന്ന് റാപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നമ്മുടെ 2 ക്രീമും നമ്മൾ എടുത്ത് അതും കൂടി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ അടുത്ത പ്രോസസ്സിലേക്ക് കടക്കുന്നത്. അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് 1/3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ 1 കപ്പ് പഞ്ചസാരയോട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. നമ്മൾ തവിയിട്ട് ഇപ്പോൾ ഇളക്കരുത്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കളർ മാറി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാൻ. നന്നായിട്ട് ക്യാരമൽ ചെയ്തെടുക്കണം. നന്നായിട്ട് ഒരു ചോക്ലേറ്റ് കളർ ആവുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും 30-40 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 40 സെക്കൻഡ് നമ്മൾ അധികം സമയം ഇടേണ്ട ആവശ്യമില്ല. സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് തണുക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നമ്മുടെ കേക്ക് നമുക്ക് പുറത്തെടുത്തതിന് ശേഷം ഈ കാരമൽ ഷുഗർ നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലേക്ക് നമുക്കിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മുഴുവൻ കേക്കിലേക്ക് നമുക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ മാറ്റി വെച്ചിരുന്ന ഈ വിപ്പിംഗ് ക്രീം ഇതുപോലെ ഒരു സിപ്പ് പൗച്ചിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അതുപോലെ നമുക്ക് ഒരു പൈപ്പിംഗ് ബാഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് എന്നിട്ട് നമ്മളുടെ ക്രീം നമുക്കതിലേക്ക് ആക്കി കൊടുക്കുക. ഇങ്ങനെ നമുക്കൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. കേക്കിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇതുപോലെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് പോലുള്ള എന്തെങ്കിലും ഒരെണ്ണം നമുക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൂടെ ഇങ്ങനെ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുക നമുക്ക്. അപ്പോൾ അതൊരു മാർബിൾ ടെക്സ്ചർ നമുക്ക് നമ്മുടെ കേക്കിന് കിട്ടും. അപ്പോൾ നമ്മുടെ ടർക്കിഷ് കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റ് റെസിപ്പികളൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് നമ്മൾക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇനി വേറൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ.